ഫുട്ബോൾ ലോകം ഒന്നടങ്കം ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് ജപ്പാന്റെ മുഖ്യ പരിശീലകൻ ഹജിമെ മോറിയാസുവിനേത്. ഗ്രൂപ്പ് ഘട്ടത്തിലെ അട്ടിമറികൾക്ക് ശേഷം ബ്രസീലിനെതിരെയുള്ള നിർണായക പോരാട്ടത്തിലേക്ക് ടീമിനെ നയിക്കുമ്പോൾ ടാക്ടിക്കൽ ഫുട്ബോളിലെ പുതിയ മാസ്റ്റർ ക്ലാസ്സായി മാറുകയാണ് മോറിയാസു. ഫിഫ ലോകകപ്പിൽ വമ്പൻ ടീമുകളുടെ പരിശീലകർ പലരും തങ്ങളുടെ തന്ത്രങ്ങൾ പാളി പുറത്തു പോകുമ്പോൾ കായിക ലോകത്തിന്റെ പ്രശംസ പിടിച്ചുപറ്റുകയാണ് ജപ്പാന്റെ മുഖ്യ പരിശീലകൻ ഹജിമെ മോറിയാസു. മത്സരത്തിനിടയിൽ ഡഗ്ഔട്ടിലിരുന്ന് തന്റെ പ്രശസ്തമായ ചെറിയ നോട്ട്ബുക്കിൽ തന്ത്രങ്ങളും പിഴവുകളും കുറിച്ചുവെക്കുന്ന മോറിയാസുവിന്റെ ചിത്രം ഈ ലോകകപ്പിലും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. കളിയിലെ ചെറിയ ചലനങ്ങൾ പോലും അദ്ദേഹം എത്രമാത്രം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു എന്നതിൻ്റെ തെളിവാണിത്. മോറിയാസുവിൻ്റെ ഏറ്റവും വലിയ സവിശേഷത കളി കൃത്യമായി വായിച്ചെടുക്കാനുള്ള കഴിവാണ്. ആദ്യ പകുതിയിൽ എതിരാളികളുടെ കളിശൈലി പഠിച്ച ശേഷം രണ്ടാം പകുതിയിൽ അദ്ദേഹം വരുത്തുന്ന മാറ്റങ്ങളാണ് പലപ്പോഴും ജപ്പാന് വിജയം സമ്മാനിക്കുന്നത്. പകരക്കാരായി ഇറങ്ങുന്ന താരങ്ങൾ കൃത്യമായി ഗോളടിക്കുന്ന പ്രതിഭാസം ഈ ലോകകപ്പിലും തുടരുകയാണ് ജപ്പാൻ. പേപ്പറിൽ തങ്ങളെക്കാൾ എത്രയോ ശക്തരായ ടീമുകൾക്കെതിരെ കളിക്കുമ്പോൾ ഭയമില്ലാത്ത തന്ത്രങ്ങളാണ് മോറിയാസു മെനയുന്നത്. ദേശീയ ടീമിലേക്ക് എത്തുന്നതിനു മുമ്പ് ആഭ്യന്തര ലീഗായ ജെ ലീഗിൽ സാൻ ഫ്രാൻസിസ് ഹിരോഷിമ എന്ന ക്ലബിനെ പരിശീലിപ്പിച്ചുകൊണ്ടാണ് മോറിയാസു തൻ്റെ കഴിവ് തെളിയിച്ചത്. 4 വർഷത്തിനിടെ 3 തവണ ക്ലബിനെ ജെ ലീഗ് ചാമ്പ്യന്മാരാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 2022 ഖത്തർ ലോകകപ്പിൽ ജർമ്മനിയെയും സ്പെയിനിനെയും അട്ടിമറിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായതോടെയാണ് മോറിയാസുവിനെ ലോകം ശ്രദ്ധിച്ചു തുടങ്ങിയത്. ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ ബ്രസീലിൻ്റെ സാമ്പ നൃത്ത ചുവടുകളെ തളയ്ക്കാൻ മോറിയാസു തൻ്റെ നോട്ട്ബുക്കിൽ എന്ത് തന്ത്രമാവും കരുതി വച്ചിരിക്കുക എന്നാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത്. വേൾഡ് കപ്പ് ഡെസ്ക് കൈരളി ന്യൂസ്.